ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കോഴിയടയുടെ റെസിപ്പി ആയിട്ടാണ്. അത് ക്രിസ്പി ആയിട്ടുള്ള ഒരു കോഴിയട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് അതിലേക്കുള്ള മാവ് ആദ്യം റെഡിയാക്കിയെടുക്കുക. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് 1 സ്പൂൺ ഓയിലൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടുന്ന് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ച് ലാടായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വെക്കുക. ഇനി അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്തെടുത്ത് ഈ സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലയും 1 സ്പൂണ് പെരിഞ്ജീരകം ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് വേവിച്ച ചിക്കൻ ക്രഷ് ചെയ്തെടുത്താണ്. അതുപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക. ഈ ഉള്ളി ഇതൊക്കെ നല്ലോണം ഒന്ന് ക്രിസ്പിയായി വരുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇടയ്ക്ക് കുറേശ്ശെ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് ക്രിസ്പിയായി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വെക്കുക. അതിന് കുഴച്ച് വെച്ച മാവുന്നവരെ ബോളാക്കി എടുത്ത് പത്തിരിയായിട്ട് വലുതാക്കി പരത്തിയെടുക്കുക. ഈ കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ച് അതൊന്ന് ചെറിയ പത്തിരിയാക്കി അതിന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിൽ ഇതുമായി ഫില്ലിങ് വെച്ചെടുക്കുക. 1 സ്പൂണ് ഫില്ലിങ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടയുടെ ഷേപ്പിലാക്കിയെടുക്കുക. അതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒന്നതിന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് നന്നായിട്ടൊന്ന് പിരിച്ച് മടക്കി കൊടുക്കുക. ഉള്ളിലേക്ക് മടക്കി വെക്കുക. അടുത്തത് അതേ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കുക. അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ സൈഡ് ഇങ്ങനെ ഉള്ളിലേക്കാക്കി ഒന്ന് മടക്കി വെച്ചെടുത്താൽ മതി. അങ്ങനെ നല്ലതും ഈ രൂപത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതൊരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ളതും അതേ രൂപത്തിൽ ഫ്രൈ ആക്കി എടുക്കുക. വലുത് അങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ക്രിസ്പി അതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇത് നമുക്ക് 2 ആഴ്ച വരെയൊക്കെ പുറത്ത് തന്നെ കുപ്പിയിലടച്ച് വെക്കാം. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.